വിഷ്ണു ഒരു അന്യജാതി പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. അതുകൊണ്ട് അവൻ ഗ്രാമത്തിൽ നിന്നും പോകണമെന്ന് ഒരു ശിക്ഷയും കിട്ടി. വിഷ്ണുവും അപർണയും മകൾ പല്ലവിയോടൊപ്പം ഒരു നദിയുടെ കരയിൽ ജീവിച്ചു വന്നു. ദിവസവും അതിരാവിലെ വിഷ്ണു കൂലിപ്പണി ചെയ്യാനായി ഗ്രാമത്തിൽ നിന്നും പുറത്തു പോയിക്കൊണ്ടേയിരിക്കും. വഴിയിൽ അവൻ പല്ലവിയെയും അവളുടെ സ്കൂളിൽ വിടുമായിരുന്നു. ഇവിടെ വീട്ടിൽ അപർണ എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു. വീട്ടുജോലികളെല്ലാം തീർത്തു കഴിഞ്ഞിട്ടും അവൾക്ക് ഒരുപാട് സമയം ബാക്കിയുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ നദിയിൽ നിന്നും മീൻ പിടിക്കുമായിരുന്നു. ദിവസവും ഇങ്ങനെ മീനുകളെ പിടികൂടി അപർണ ഈ ജോലിയിലൊരു എക്സ്പേർട്ടായി മാറി. ഇപ്പോൾ അവൾക്ക് തന്റെ കൈകൾ കൊണ്ട് തന്നെ മീൻ പിടികൂടാൻ പറ്റുന്നുണ്ട്. ഇന്ന് വളരെ നല്ല ദിവസമാ. വീട്ടിൽ ചെന്ന് ഞാൻ മീൻ വറക്കും. അപർണ ആ നദിയിൽ നിന്നും പിടികൂടിയ എല്ലാ മീനുകളെയും വീട്ടിലേക്ക് എടുത്തുകൊണ്ടുപോയി നല്ലതുപോലെ ശുദ്ധീകരിച്ച് പാകം ചെയ്യുമായിരുന്നു. ഇതിന്റെ മണം വളരെ നന്നായിട്ടുണ്ട്. ഇതിന്റെ രുചിയും നന്നായിരിക്കുമെന്ന് തോന്നുന്നു. വൈകുന്നേരം വിഷ്ണുവും പല്ലവിയും വീട്ടിലേക്ക് വരുമ്പോൾ അപർണ അവർക്ക് വേണ്ടി ഭക്ഷണമുണ്ടാക്കി കൂടെ മീനും വിളമ്പിക്കൊടുത്തു. രുചിച്ച് നോക്കിയിട്ട് പറയൂ എങ്ങനെയുണ്ടെന്ന്. അമ്മേ, ഇതിൽ രുചിച്ചു നോക്കാൻ എന്താ ഉള്ളേ? നിങ്ങൾ ചെയ്തെങ്കിൽ വളരെ നന്നായിരിക്കും. ഓ അതെയോ? അതെ അമ്മേ. നിങ്ങൾ ഉണ്ടാക്കുന്ന മീനുകളൊക്കെ എന്റെ സ്കൂളിലേക്ക് അയക്കില്ലേ? അപ്പോഴേക്ക് എന്റെ ഫ്രണ്ട്സ് അത് വിടാതെ കഴിക്കും. നിങ്ങളുടെ അമ്മ വളരെ നന്നായി മീനുണ്ടാക്കുന്നുണ്ടെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കും. നല്ല കാര്യം. അതെ അതെ, നിന്നെ പോലെ ആർക്കും തന്നെ മീൻ കറി വെക്കാനേ സാധിക്കില്ല. ഞാൻ സത്യമായിട്ടും പറഞ്ഞതാ. മീനെന്ന് പറഞ്ഞതും എനിക്കൊരു കാര്യം തോന്നി. ഞാൻ കുറെ മീനുകൾ പിടിച്ച് അത് മാർക്കറ്റിൽ വിൽക്കാമെന്ന് നോക്കുന്നു. അതുകൊണ്ട് എനിക്ക് കുറച്ച് പൈസയും കിട്ടും. ആ, നിനക്ക് വിൽക്കാം. നീ നന്നായി മീനുകളെ പിടികൂടുമല്ലോ. അപ്പൊ നാളെ മുതൽ ഞാൻ പണി തുടങ്ങാം. അടുത്ത ദിവസം അപർണ ഒരുപാട് മീനുകളെ പിടികൂടി. എന്നിട്ട് ആ മീനുകളെല്ലാം ഒരു കുട്ടയിലാക്കി മാർക്കറ്റിലേക്കും പോയി. നല്ല നല്ല മീനുകൾ. ഇന്നാണ് നദിയിൽ നിന്ന് പിടിച്ച മീനുകൾ. നല്ല വെള്ളത്തിൽ നിന്ന് എടുത്ത മീനാണോ? ഹാ ചേച്ചി, ഇതൊക്കെ നദിയിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന മീനുകളാണ്. ഇല്ല ഇല്ല, എനിക്ക് വേണ്ട. ഒരുപാട് ആൾക്കാർ അപർണയുടെ മീൻ കണ്ട് അടുത്തേക്ക് വന്നു. എന്നാൽ കുറച്ചുപേർ മാത്രമേ മീൻ വാങ്ങിയുള്ളൂ. ഇത് കണ്ട് അപർണ ഒരുപാട് വേദനിച്ചു. സാരമില്ല, ഇന്ന് ആദ്യത്തെ ദിവസമല്ലേ. ചിലപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞാ എന്റെ മീനുകളൊക്കെ വിറ്റുപോകും. അപർണ തന്നെത്താനെ സമാധാനപ്പെടുത്തി. പിന്നെ കുട്ടയും എടുത്ത് അവൾ വീട്ടിലേക്കും പുറപ്പെട്ടു. അങ്ങനെ അടുത്ത ദിവസവും അപർണ നല്ല നല്ല മീനുകൾ പിടികൂടി. എന്നിട്ട് അത് വിൽക്കാനായി മാർക്കറ്റിലേക്കും പോയി. മീൻ വാങ്ങിക്കോളൂ, നല്ല നല്ല മീനുകൾ. ഇന്നും അവസ്ഥ അത് തന്നെ. മീനുകൾ അധികം വിറ്റതേയില്ല. ഇങ്ങനെ ഒരുപാട് ദിവസം സംഭവിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ അപർണയുടെ മനസ്സ് വേദനിച്ച് അവൾ ഒരുപാട് ദുഃഖിതയായി. അവൾ മീനുകൾ നിറച്ച കുട്ടയുമായി തിരിച്ച് വീട്ടിലേക്ക് വന്നു. വളരെ വിഷമത്തോടെ അവൾ പാചകം ചെയ്തു. വിഷ്ണു വീട്ടിലേക്ക് വന്നപ്പോൾ അപർണ അവിടെ ഇരിക്കുന്നത് കണ്ട് അപർണയുടെ മൂഡ് ശരിയല്ല എന്നവന് മനസ്സിലായി. അപർണ, എന്തു പറ്റി? മീൻ വിറ്റ് കുറച്ച് പൈസ സമ്പാദിക്കാമെന്നാണ് വിചാരിച്ചേ. പക്ഷെ ആരും എന്റെ മീനുകൾ വാങ്ങുന്നേയില്ല. നിനക്ക് മീൻ വിൽക്കുന്നതിന് പകരം മീൻ കറി വിറ്റുകൂടെ? ആ, എല്ലാവരും വാങ്ങിക്കോളും. എന്താ ഏട്ടാ, കളിയാക്കുകയാണോ? അയ്യോ, അല്ല അല്ല, ഞാൻ ശരിക്കും പറഞ്ഞതാണ്. നീ വെച്ചുണ്ടാക്കുന്ന മീൻ കറിക്ക് എന്ത് രുചിയാണെന്ന് നിനക്കറിയാമോ? എന്നിരുന്നാലും മീനിനെ പിടികൂടുന്നത് നീയല്ലേ. അതുകൊണ്ട് കുറഞ്ഞ വിലയ്ക്കും നിനക്ക് വിൽക്കാം. നീ നന്നായി ഒന്ന് ആലോചിക്കേ. വിഷ്ണു ഇങ്ങനെ പറഞ്ഞ് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയി. ഇപ്പോൾ അപർണയും വിഷ്ണു പറഞ്ഞത് ഓർത്തുകൊണ്ടേയിരുന്നു. എല്ലാവരും എന്റെ മീൻ കറി പുകഴ്ന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഞാൻ ഒരു വട്ടം ശ്രമിച്ചു നോക്കിയേക്കാം. എങ്ങനെയായാലും എനിക്ക് പൈസ സമ്പാദിച്ചാൽ മതിയല്ലോ. മീനുകൾ വിറ്റ് അല്ലെങ്കിൽ മീൻകറി വിറ്റ് എന്തായിരുന്നാലും എന്താ. ഇപ്പോൾ അപർണയുടെ മുഖത്തൊരു പുഞ്ചിരി വന്നു. അവൾ വീണ്ടും ഒരു തവണ കൂടി ശ്രമിച്ചു നോക്കാമെന്ന് തീരുമാനിച്ചു. അടുത്ത ദിവസം അപർണ നല്ല മീനുകൾ പിടികൂടി അതെല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് പാകം ചെയ്തുകൊണ്ടിരുന്നു. പാചകം ചെയ്തതിനു ശേഷം അപർണ ഒരു പാത്രത്തിൽ മീനുകളെല്ലാം വെച്ചു. പിന്നെ മറ്റൊരു പാത്രത്തിൽ ഫ്രൈസും വെച്ചു. പിന്നെ അവൾ ഒരു സഞ്ചിയും എടുത്ത് വീട്ടിൽ നിന്നും പുറപ്പെട്ടു. അപർണ മാർക്കറ്റിൽ എത്തി. മീൻ കറി വെറും 25 രൂപയിൽ മീൻ കറി. മീൻ പാത്തെന്ന് കേട്ടതും കസ്റ്റമേഴ്സ് എല്ലാവരും വരാൻ തുടങ്ങി. ഈ മീൻ ഫ്രഷ് അല്ലേ? അതെ,
ഇന്ന് രാവിലെ പിടിച്ചതാണ്. ശരി ശരി, എനിക്ക് ഒരു പ്ലേറ്റ് തരൂ. അപർണയപ്പോൾ അയാൾക്ക് ഒരു പ്ലേറ്റ് മീൻ ബാത്ത് കൊടുത്തു. അയാൾ അവിടെ തന്നെ നിന്ന് അത് മുഴുവനും കഴിച്ചു തീർത്തു. ആ മീനിന്റെ മണം അവിടെ മുഴുവനും പടർന്നു. അത് കാരണം വീണ്ടും കുറച്ചുകൂടി കസ്റ്റമേഴ്സ് അപർണയുടെ അടുത്ത് വന്നു. എനിക്കും ഒരു പ്ലേറ്റ് തരൂ. ആ ശരി. കസ്റ്റമേഴ്സ് വന്നുകൊണ്ടേയിരുന്നു. അപർണയും അവർക്ക് മീൻ ബാത്ത് കൊടുത്തുകൊണ്ടേയിരുന്നു. അവൾ ഒരുപാട് സന്തോഷിച്ചു. ഓരോ പ്ലേറ്റിനും അവൾക്ക് 25 രൂപയും കിട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ കുറച്ചു നേരത്തിനുള്ളിൽ അവളുടെ മീൻ ബാത്ത് മുഴുവനും കാലിയായി. അങ്ങനെ അവൾ വീട്ടിലേക്കും പുറപ്പെട്ടു. വൈകുന്നേരം വിഷ്ണു വീട്ടിൽ വന്നതും അപർണ പല്ലവിക്കും അവനും ജിലേബിയും കൊടുത്തു. ജിലേബി. അയ്യോ, ഇതെന്താ സ്പെഷ്യലാണല്ലോ. നിങ്ങളത് കഴിക്കൂ, പറയാം. 3 പേരും ജിലേബി കഴിച്ചു. പിന്നെ അപർണ ഇന്ന് നടന്ന സംഭവങ്ങളെല്ലാം വിഷ്ണുവിനോടും പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ നിന്റെ മീൻ ബാത്ത് എല്ലാവരും രുചിയോടെ കഴിക്കുമെന്ന്. എനിക്കും കുറച്ച് മീൻ ബാത്ത് ഇട്, ഞാൻ കഴിക്കട്ടെ. അയ്യോ, അതൊക്കെ തീർന്നു പോയല്ലോ. എന്താ? അങ്ങനെ അന്നു മുതൽ അപർണയുടെ മീൻ ബാത്ത് കച്ചവടം വളരെ നന്നായി നടന്നു. അപർണ എപ്പോൾ മാർക്കറ്റിൽ വരുമെന്ന് കസ്റ്റമേഴ്സ് കാത്തു നിൽക്കുന്ന അവസ്ഥയിലായി. ദേ അവിടെ നോക്കൂ, മീൻ കടക്കാരി വന്നു. അവൾ അവിടെ വരുന്നതും അവൾക്ക് ചുറ്റിനും വലിയൊരു കൂട്ടം തന്നെ കൂടും. അവൾ സമ്പാദിച്ച പണം കൊണ്ട് അപർണ അവരുടെ വീടും നന്നാക്കിയെടുത്തു. വിഷ്ണുവും അപർണയെ മീൻ ബാത്ത് ഉണ്ടാക്കി വിൽക്കുന്നതിൽ അവളെ സഹായിക്കുമായിരുന്നു. വിഷ്ണു ഇപ്പോൾ കൂലിപ്പണിയും നിർത്തി. ഭാര്യയും ഭർത്താവും ഇപ്പോൾ മീൻ ബാത്ത് വിറ്റുകൊണ്ടിരുന്നു. അവർ മാർക്കറ്റിൽ ഒരു കടയും തുറന്നു. അവരുടെ മീൻ ബാത്ത് ബിസിനസ് വളരെ സൂപ്പറായി പോയി. പിന്നെ കുറച്ചു നാൾ കൊണ്ട് തന്നെ അപർണ ഗ്രാമത്തിൽ മീൻ കടക്കാരി എന്ന പേരിൽ പ്രശസ്തിയായി. ഇപ്പോൾ അവളുടെ കുടുംബം മുഴുവനും ഈ ജോലിയിൽ അവളെ സഹായിച്ചുകൊണ്ടേയിരുന്നു. ഗ്രാമത്തിലെ മാർക്കറ്റിൽ സുധാന്റെ പക്കോട കടയുണ്ടായിരുന്നു. അദ്ദേഹം കട തുറന്നതും തന്നെ അവിടേക്ക് കസ്റ്റമേഴ്സിന്റെ കൂട്ടം വരാൻ തുടങ്ങും. എനിക്ക് ഒരു പ്ലേറ്റ് ഓണിയൻ പക്കോട. എനിക്ക് ഉരുളക്കിഴങ്ങ് പക്കോട. സുധാൻ ഒരുപാട് സന്തോഷത്തോടെ ഇരുന്നു. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന്റെ വ്യാപാരം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ അദ്ദേഹത്തിന്റെ കടയിൽ കസ്റ്റമേഴ്സിന്റെ കൂട്ടത്തിന് ഒരു കുറവുമില്ലായിരുന്നു. ഇവിടെ നോക്കൂ ചേട്ടാ, എനിക്ക് 2 പ്ലേറ്റ് ഉള്ളി പക്കോടയും പിന്നെ 2 പ്ലേറ്റ് ഉരുളക്കിഴങ്ങ് പക്കോടയും. ഇതാ ചേട്ടാ. എന്റെ ചേട്ടാ, ഞാൻ നിങ്ങളടുത്ത് ദിവസം ഈ പക്കോട വാങ്ങുകയല്ലേ, കുറച്ച് പക്കോട ചേർത്തിട്ടു ചേട്ടാ. ചേട്ടാ, ഞാൻ അളവിനേക്കാളും കൂടുതൽ എന്റെ കുടുംബത്തിന് പോലും കൊടുക്കാറില്ല. ചേട്ടൻ വാങ്ങുകയാണ്, വാങ്ങിച്ചോ, ഇല്ലെങ്കിൽ വിട്ടേക്ക്. ശരി ശരി, തന്നേക്ക്. സുധാൻജിയുടെ കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ സുധയുണ്ടായിരുന്നു. എത്തിയോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കായിരുന്നു. കേട്ടോ, എന്റെ അനിയത്തിയുടെ ഭർത്താവ് അവൾക്കൊരു നെക്ലേസ് വാങ്ങിക്കൊടുത്തത്രേ. പക്ഷെ നിങ്ങളും ഉണ്ടല്ലോ, എനിക്കൊന്നും വാങ്ങിത്തരില്ല. അങ്ങനെയാണോ? പോയ മാസമല്ലേ നിനക്ക് ഞാൻ പുതിയ സാരി വാങ്ങി തന്നത്? അതെ അതെ, ഓർമ്മയുണ്ട്. അതും ഒരു സാധാരണ സാരി. സാധാരണ സാരിയോ ഞാൻ നിനക്ക് വാങ്ങി തന്നില്ലേ? നിങ്ങളെപ്പോലെ ഒരു കഞ്ചൂസായ ഭർത്താവിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. മാസം മാസം നിങ്ങൾ മാത്രം പുതിയ പുതിയ ഡ്രസ്സുകൾ വാങ്ങുന്നു. ഒരേ ഒരു മാസം എനിക്കൊരു സാരി വാങ്ങി തന്നിട്ട് ഇത്രയും സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നു. എനിക്ക് വാങ്ങിയാൽ എന്താ? പൈസ ഉണ്ടാക്കുന്നത് ഞാനല്ലേ. എന്തെങ്കിലും ചെയ്യൂ. സുധാൻജി സ്വഭാവത്തിൽ സ്വാർത്ഥനാണ്. അവൻ എപ്പോഴും അവനെക്കുറിച്ച് മാത്രമേ ആലോചിക്കാറുള്ളൂ. സുധാൻജിയുടെ പക്കോട കട വളരെ നന്നായി പോയിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിന് ലാഭവും ഒരുപാട് കിട്ടി. പെട്ടെന്നൊരു ദിവസം സുധാൻജിയുടെ കടയിലെ മുൻപിലായി മറ്റൊരു കട ഓപ്പൺ ചെയ്തു. ഭൗരവിന്റെ ആലു പഫ് സ്റ്റാൾ. പുതിയ കട കണ്ടപ്പോൾ കസ്റ്റമേഴ്സ് അവിടേക്ക് പോകാൻ തുടങ്ങി. അല്ല ചേട്ടാ, ഇതെന്താണ്? ഇത് സിറ്റിയിൽ വിൽക്കുന്ന ഫേമസ് ആയ ഉരുളക്കിഴങ്ങ് പഫ്സ് ആണ്. സിസ്റ്റർ, നിങ്ങൾ ഒരു പ്രാവശ്യം കഴിച്ചാ പിന്നെ നിങ്ങൾ വീണ്ടും വേണം ചോദിക്കും. ശരി ചേട്ടാ, ഒന്ന് തരൂ. ഇപ്പൊ തന്നെ ഞാൻ തരാം. ഗൗരവ് അവൾക്ക് ഒരു ഉരുളക്കിഴങ്ങ് പപ്സ് നൽകി. അത് കഴിച്ചതും തന്നെ അവൾക്ക് ഒരുപാട് ഇഷ്ടമായത്. ഇത് നല്ല രുചിയുണ്ടല്ലോ, ഇനി ഞാൻ ദിവസവും ഇവിടെ വന്ന് കഴിക്കും. ഇനി മുതൽ ആരാ ആ പിശുക്കന്റെ കടയിൽ ചെന്ന് പക്കോട കഴിക്കുക? സുധാൻജിയുടെ ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പോൾ പക്കോടയ്ക്ക് പകരം ഉരുളക്കിഴങ്ങ് പപ്സ് കഴിക്കാൻ തുടങ്ങി. പതുക്കെ പതുക്കെ സുധാൻജിയുടെ എല്ലാ കസ്റ്റമേഴ്സും ഗൗരവിന്റെ കടയിലേക്ക് വന്നു. ഇത് കണ്ടിട്ട് സുധാൻജി ഒരുപാട് വിഷമിച്ചു. ഈ ഉരുളക്കിഴങ്ങ് പപ്സ് ഈ നാട്ടില് പുതിയതാണ്. കുറച്ച് ദിവസത്തേക്ക് മറന്ന് എല്ലാവരും തിരിച്ച് എന്റെ പക്കോട കഴിക്കാൻ വരുമെന്ന് തോന്നുന്നു. സുധാൻജി അദ്ദേഹത്തെ അധികം തന്നെ സമാധാനപ്പെടുത്തി. ദിവസങ്ങൾ കടന്നുപോയി. പക്ഷേ ഗൗരവിന്റെ ഉരുളക്കിഴങ്ങ് പപ്സ് വളരെ നന്നായിരുന്നു.
അതുകൊണ്ട് ആ കസ്റ്റമേഴ്സ് ഒക്കെ വീണ്ടും അദ്ദേഹത്തിന്റെ കടയിലേക്ക് തന്നെ പോയി. ഈ ഉരുളക്കിഴങ്ങ് പപ്സുകാരൻ എന്റെ വ്യാപാരം തന്നെ നശിപ്പിച്ചല്ലോ. ഇവൻ എവിടുന്നാണ് വന്നത്? ഇവന് വന്നിട്ടില്ലെങ്കിൽ എന്റെ വ്യാപാരം നന്നായിട്ട് പോയേനെ. സുധാൻജി ആലോചിക്കാൻ തുടങ്ങി എങ്ങനെ ആ ഗൗരവിനെ അവിടെ നിന്നും തുരത്താമെന്ന്. ഗൗരവ് വളരെ സന്തോഷത്തോടെയായിരുന്നു അവന്റെ വ്യാപാരം നല്ല രീതിയിൽ പോയതുകൊണ്ട്. എന്റെ രാമാ, നിനക്ക് വളരെ നന്ദിയുണ്ട്. എന്റെ പ്രശ്നങ്ങളൊക്കെ നീ തീർത്തു വെച്ചല്ലോ ദൈവമേ. ഗൗരവ് സ്വഭാവത്തിൽ വളരെ ദയാശീലമുള്ളവനാണ്. ആരെങ്കിലും കഷ്ടപ്പെടുന്നവരെ കണ്ടാൽ അവൻ അവന്റെ കടയിൽ നിന്നും ആലു പപ്സ് അവർക്ക് നൽകും. അവന്റെ പ്രവൃത്തികളൊക്കെ സുധാൻജി ദൂരെ നിന്നും ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഇവൻ വളരെ നല്ലവനായിട്ടുണ്ടല്ലോ. ഇവനെ വളരെ എളുപ്പം തന്നെ ഒരു വിഡ്ഢിയാക്കാൻ പറ്റും. അതിനു മുമ്പ് ഞാൻ അവന്റെ ഒരു സുഹൃത്തായിരിക്കണം. ഇത് ആലോചിച്ചിട്ട് സുധാൻജി പതുക്കെ പതുക്കെ ഗൗരവിനോട് ചെന്ന് സംസാരിക്കാൻ തുടങ്ങി. എന്താ ചേട്ടാ, എങ്ങനെ പോകുന്നുണ്ട്? നന്നായിട്ട് പോകുന്നുണ്ട്. നിങ്ങൾ പറയൂ. നിങ്ങളുടെ ഉരുളക്കിഴങ്ങ് പഫ് വളരെ രുചിയുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്കും കഴിക്കാൻ തന്നൂടെ? ദോ ഇപ്പൊ തന്നെ തരാം. ഗൗരവ് സുധാജിക്ക് ഒരു പപ്സ് കൊടുത്തു. അത് സുധാൻജി കഴിച്ചു നോക്കി. എന്റെ അമ്മോ, ഇത് നല്ല രുചിയുണ്ടല്ലോ. അങ്ങനെ തന്നെ ഒരു പുതിയ ഐറ്റം കഴിച്ചോണ്ട് നല്ല രുചിയുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ? എനിക്ക് അത് മതി. ഈ ഐറ്റം ഒക്കെ നിങ്ങൾ ഒരു വലിയ കട തുറന്നാണ് ചെയ്യേണ്ടത്. എന്റെ ആഗ്രഹം അത് തന്നെയാണ്. പക്ഷേ വലിയ കട തുറക്കാൻ വേണ്ടിയുള്ള കാശ് എന്റെ അടുത്തില്ല. ഞാനും അതുപോലെ കട തുറക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ചേർന്ന് തന്നെ കട തുറക്കാം. 2 കൗണ്ടർ ഉണ്ടാവും. നിങ്ങൾ ഉരുളക്കിഴങ്ങ് പഫ് വിറ്റോളൂ, ഞാൻ എന്റെ പക്കോട വിറ്റോളാം. അങ്ങനെ വെച്ചാൽ പാർട്ട്ണർഷിപ്പ് ആണോ? ആ, അതുപോലെ തന്നെ. ഞാൻ ഒരു വലിയ മാർക്കറ്റില് ഒരു കട കണ്ടുവച്ചിട്ടുണ്ട്. വാവ്, ശരിക്കും ഇതൊരു വലിയ കാര്യം തന്നെ. വലിയ മാർക്കറ്റില് നല്ല വ്യാപാരം നടക്കും. അതെ, അങ്ങനെ തന്നെ. ഞാനും കുറെ കാലമായിട്ട് ആള് തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. പകുതി പണം അവരിടണം, എനിക്ക് പാർട്ട്ണറായിട്ട് ചേരണം. വലിയ മാർക്കറ്റില് വില എന്താണ്? അത് 6 ലക്ഷം റുപ്യ ഉണ്ടാവും. എന്റെ അടുത്ത് 3 ലക്ഷം റുപ്യ ഉണ്ട്. ഇന്നും ഒരു 3 ലക്ഷം ആവശ്യമാണ്. ശരി, അത് ഞാൻ തരാം. നാളെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞോളാം. ശരി ഏട്ടാ. സുധാൻജി ഗൗരവിനെ അദ്ദേഹത്തിന്റെ വലയിൽ വീഴ്ത്തി. ഗൗരവ് വീട്ടിലേക്ക് ചെന്ന് നടന്ന സംഭവങ്ങളൊക്കെ തന്റെ ഭാര്യ ലതയോട് പറഞ്ഞു. ഇത് വളരെ നല്ല കാര്യമാണ്. എന്റെ അടുത്ത് 1.5 ലക്ഷം റുപ്യ ഉള്ളൂ. ബാക്കിയുള്ള 1.5 ലക്ഷം റുപ്യക്ക് ഞാൻ എങ്ങോട്ട് പോവാനാ? നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. എന്റെ സ്വർണമൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. അതൊക്കെ കൊണ്ട് നമുക്ക് പണയം വെക്കാം. നിങ്ങളുടെ കയ്യിൽ കാശ് വന്നതിന് ശേഷം നമുക്കത് തിരിച്ചെടുക്കാം. ശരി, ഇത് നല്ല ആലോചന തന്നെയാണ്. ഗൗരവ് ലതയുടെ എല്ലാ സ്വർണവും കൊണ്ടുപോയി പണയം വെച്ചു. എന്നിട്ട് അദ്ദേഹം ബാങ്കിൽ ചേർത്ത് വെച്ചിരുന്ന കാശും എടുത്തുകൊണ്ട് വന്നു. ചേട്ടാ, പൈസക്കുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തു കഴിഞ്ഞു. എന്റെ പൊന്നെ, എന്നാ നാളെ തന്നെ നമുക്ക് മാർക്കറ്റിൽ പോയി സംസാരിക്കാം. എന്താ, ശരിയല്ലേ? ശരി ചേട്ടാ. ഗൗരവും സുധാൻജിയും ചേർന്ന് മുതലാളിയുടെ കയ്യിൽ കൊണ്ടുപോയി കാശ് നൽകി. പിന്നീട് മുതലാളി തന്റെ കയ്യിലുണ്ടായിരുന്ന താക്കോൽ സുധാൻജിയുടെ കയ്യിൽ നൽകി. അവസാനം നമ്മുടെ സ്വപ്നവും നിറവേറി കഴിഞ്ഞു. ഇപ്പൊ നീ ഒരു കാര്യം ചെയ്യ്. നീ നിന്റെ കടയിലേക്ക് പോട്. ഞാനിപ്പോ ഇവിടെയുള്ള മെയിന്റനൻസും പിന്നെ കൗണ്ടറൊക്കെ റെഡി ആക്കിട്ട് കൊണ്ടുവരാം. അതുവരെ ആ സന്തോഷത്തിൽ നീ അവിടെ കച്ചവടം ഉണ്ടാക്കൂലേ? ശരി ചേട്ടാ. ഗൗരവ് അവിടെ നിന്നും കടയിലേക്ക് പോയിട്ട് അവൻ ഉരുളക്കിഴങ്ങ് പപ്സ് വിൽക്കാൻ തുടങ്ങി. ദിവസങ്ങൾ കടന്നുപോയി. സുധാൻജിയുടെ പക്കോട കട മൂടി തന്നെ ഇരുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം ഗൗരവ് ആ കട നോക്കാനായി വന്നപ്പോൾ അവിടെ സുധാൻജി നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ പക്കോട വിറ്റുകൊണ്ടേയിരുന്നു. പിന്നെ കടയിൽ ഒരു കൗണ്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചേട്ടാ, കൗണ്ടർ വളരെ നന്നായിട്ടുണ്ട്. പക്ഷെ എന്റെ കൗണ്ടർ എവിടെ പോയി? ഏത് കൗണ്ടർ? എങ്ങനത്തെ കൗണ്ടർ? ഈ കട എന്റേതാണ്. ഇവിടെ ഒരു കൗണ്ടറേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഞങ്ങളെ എങ്ങനെ പറ്റിക്കാൻ പാടില്ല. ഈ കടയിലുള്ള പകുതി പൈസ ഞാനാണ് തന്നത്. അങ്ങനെയാണോ? അങ്ങനെ എന്തെങ്കിലും കൊടുത്ത ആധാരം നിന്റെ അടുത്തുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ പോയി കംപ്ലൈന്റ് കൊടുക്കടാ. പൊയ്ക്കോ. ഗൗരവിന് ഒന്നും തന്നെ മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നതെന്ന്. അവന്റെ മൊത്ത കാശും നഷ്ടപ്പെട്ടു പോയി. ഗൗരവ് കരഞ്ഞുകൊണ്ട് തന്നെ കാട്ടിനകത്തോട്ട് നടന്നു ചെന്നു. അയ്യോ എന്റെ ദൈവമേ, എന്തിനാ നിങ്ങൾ ഇങ്ങനെ ചെയ്തത്? ഞാൻ ആലോചിച്ചതൊന്ന്, പക്ഷെ നടക്കുന്നത് വേറെയാണല്ലോ. ഇതിന് പകരം നിങ്ങൾ എന്നെ കൊന്നാൽ മതിയായിരുന്നു. ഗൗരവിന്റെ സങ്കടം കണ്ട് അവിടെ പെട്ടെന്നൊരു ദേവി പ്രത്യക്ഷപ്പെട്ടു. ഗൗരവ്, നീ വിഷമിക്കേണ്ട ആവശ്യമില്ല മോനെ. നീ യഥാർത്ഥത്തിൽ വളരെ നല്ലവനാണ്. നീ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. ആ നന്മയൊക്കെ നിന്നെ തീർച്ചയായും രക്ഷിക്കും. അതെങ്ങനെ? ഈ മരത്തിലുള്ള തുളയിൽ നീ കൈയിടൂ. അതിൽ നിന്നും കിട്ടുന്നതെല്ലാം നിനക്ക് തന്നെ സ്വന്തമാണ്. ശരി അമ്മേ.
ഗൗരവ് ആ മരത്തിലുള്ള തുഴയിൽ കൈയിട്ടു. അവൻ അതിൽ നിന്നും ഒരു സ്വർണ്ണ കോയിൻ കിട്ടി. പിന്നീട് ഗൗരവ് ഒരുപാട് സ്വർണ്ണ കോയിനുകൾ എടുത്തു. നിങ്ങൾക്ക് നന്ദി, നിങ്ങൾക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഈ സ്വർണം കൊണ്ട് എന്റെ ജീവിതം തന്നെ മാറിപ്പോവും അമ്മേ. ഓർമ്മ വെച്ചോളൂ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ഞാൻ എപ്പോഴും ജനങ്ങൾക്ക് നല്ല കാര്യം ചെയ്യുള്ളൂ അമ്മേ. ഗൗരവ് ലതയുടെ സ്വർണങ്ങളൊക്കെ തിരിച്ചെടുത്തു. പുതിയ വീട് വെച്ചു. പിന്നെ സ്വന്തമായി പുതിയൊരു കടയും തുടങ്ങി. അവന്റെ ആവശ്യങ്ങളെല്ലാം തന്നെ നിറവേറി. മറ്റൊരു വശത്ത് സുധാൻജിയുടെ ചീത്ത ചിന്തകൾ കാരണം അവന്റെ വ്യാപാരം നല്ല രീതിയിൽ നടന്നില്ല. അവൻ ആ കട വിറ്റിട്ട് വീണ്ടും തന്റെ റോഡ് കടയിലേക്ക് തന്നെ പോയി. ഇതിൽ നിന്നും എന്തു മനസ്സിലായെന്നാൽ നമ്മൾ നല്ലത് വിചാരിച്ചാൽ നല്ലതേ നടക്കൂ, പിന്നെ ചീത്ത വിചാരിച്ചാൽ ചീത്തയും. രാംനഗറിൽ സോഗൻ എന്നു പേരുള്ള ഒരു മീനവൻ ഉണ്ടായിരുന്നു. അവന്റെ കയ്യിൽ വലിയ കപ്പലുണ്ടായിരുന്നു. അതിൽ അവൻ ദിവസം രാവിലെ ചെന്ന് മീനുകളെ പിടിക്കുമായിരുന്നു. സോഗൻ ആ ഗ്രാമത്തിൽ വെച്ച ഏറ്റവും ധനികനായ മീനവനാണ്. എല്ലാ മീൻപിടുത്തക്കാരും സോഗനെ കണ്ട് ഒരുപാട് അസൂയപ്പെട്ടു. പക്ഷേ സോഗൻ ദിവസവും എല്ലാരെക്കാളും ഒരുപാട് മീൻ പിടിച്ചുകൊണ്ടുവന്ന് മാർക്കറ്റിൽ കൊണ്ടുപോയി ആ മീനുകൾ വിൽക്കും. സോൻ ചേട്ടാ, നിങ്ങൾ ഇത്രയും മീൻ പിടിച്ചിട്ടാണല്ലോ മാർക്കറ്റിൽ കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് നന്നായിട്ട് വരുമാനം വരുന്നുണ്ടല്ലേ? അത് എല്ലാം മേലുള്ളവനാണ് നമുക്ക് തരുന്നത്. ദൈവത്തിന്റെ കൃപ കൊണ്ട് എല്ലാം നല്ലതേ നടക്കുന്നുണ്ട് മോനെ. എന്നാ ചേട്ടാ വരൂ, ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ പാർട്ടി വെച്ചൂടെ? ഇതുപോലെ സോഗന്റെ മീൻ വ്യാപാരം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. സോഗൻ വളരെ നല്ല മനുഷ്യനാണ്. അതുകൊണ്ട് അവന്റെ കൂട്ടുകാരൻ അവനെ എപ്പോഴും പറ്റിപ്പിക്കുമായിരുന്നു. പക്ഷെ ഈ വിഷയം കാരണം അവന്റെ ഭാര്യ വിമലയ്ക്ക് ഒരുപാട് സങ്കടമായിരുന്നു. ഇതുപോലെ സമൂഹ സേവ ചെയ്ത് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? അങ്ങനെ സമൂഹ സേവ ചെയ്യേണ്ട ആവശ്യം എന്താണ് വന്നത്? ദൈവം എല്ലാവർക്കും കയ്യും കാലും നൽകിയിട്ടുണ്ട്. അവർ അധ്വാനിക്കട്ടെ, അവർ ചെലവാക്കട്ടെ. നീ പറയുന്നത് വളരെ ശരിയാണ് മോളെ. പക്ഷേ ഇപ്പൊ നമുക്ക് ഒരു കുറവില്ലാതെ നന്നായിട്ടല്ലേ ഉള്ളത്. അതുകൊണ്ട് ഫ്രണ്ട്സിന് ഒരു പാർട്ടി കൊടുക്കുന്നതിൽ തെറ്റില്ലല്ലോ. ഇതെല്ലാം നിങ്ങളുടെ പെരുമയാണ്, പെരുമ. നോക്കിക്കോ, നമുക്ക് ആരും തന്നെ കാണില്ല. ഒരു ദിവസം സോഗന്റെ പഴയ കൂട്ടുകാരൻ രമേശ് സോഗനെ കാണാനായി വീട്ടിലേക്ക് എത്തി. രമേശ് എപ്പോഴും സോഗന്റെ പണത്തിൽ കണ്ണുവെച്ചുകൊണ്ടേയിരിക്കും. എന്തൊക്കെയാണ് കാര്യങ്ങള്? നീ വലിയ വീടൊക്കെയാണല്ലോ കെട്ടിയിരിക്കുന്നത്. പക്ഷെ എന്ത് പറയാനാ, എന്റെ ബിസിനസ് ഒക്കെ വളരെ നഷ്ടത്തിലാണപ്പോ. 2 നേരം ഭക്ഷണം കഴിക്കാൻ പോലും വഴിയില്ലാതെയാണ് ഇരിക്കുന്നത്. കേൾക്കുമ്പോ തന്നെ വല്ലാത്ത കഷ്ടമായിട്ടുണ്ട്. നിനക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നീ എന്നോട് പറയാം. പക്ഷേ രമേശ് ചേട്ടാ, നിങ്ങളുടെ ഡ്രസ്സ്, ചെരുപ്പ് ഇതൊക്കെ കണ്ടാൽ അങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലോ. അതായത് ദരിദ്രനാണെന്ന് തോന്നുന്നില്ലല്ലോ. പിന്നെ നിങ്ങളുടെ വയറും നിങ്ങളുടെ ഷർട്ട് ബട്ടന് പുറത്തു വരുമെന്ന് തോന്നുന്നു. ഇതൊക്കെ പഴയതാണ് മോളെ. പുതിയത് വാങ്ങാൻ നമ്മളടുത്ത് എവിടെയാ പൈസ ഉള്ളത്? സോഗൻ രമേശ് കരയുന്നത് കണ്ടിട്ട് അവന് കടമായി കുറച്ച് കാശ് നൽകി. രമേശ് അവിടെ നിന്നും കാശ് വാങ്ങിക്കൊണ്ട് വളരെ സന്തോഷത്തോടെ പോയി. പക്ഷേ വിമല സോഗനെ ഒരുപാട് വഴക്കു പറഞ്ഞു. സോഗൻ എന്ത് വിചാരിക്കുമെന്നാൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് വിമലയ്ക്ക് ഇഷ്ടമില്ലാന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഇന്ന് നമുക്ക് കുറെ മീൻ കിട്ടിയിട്ടുണ്ടല്ലോ. ഇതൊക്കെ മാർക്കറ്റിൽ വിറ്റിട്ട് പൈസ നന്നായിട്ടുണ്ടാക്കണം. സോഗന്റെ മീനുകൾ എല്ലാം തന്നെ ഉടനെ വിറ്റു. ഇത് കണ്ടിട്ട് സോഗന് ഒരുപാട് സന്തോഷമായി. പെട്ടെന്ന് തന്നെ അവന്റെ സാധനങ്ങൾ എടുത്തുകൊണ്ട് അവൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു. എന്തുപറ്റി? ഇന്ന് പെട്ടെന്ന് തന്നെ വീട്ടിലെത്തി? ഇന്ന് ഒരുപാട് മീൻ പിടിക്കാൻ പറ്റിയില്ലേ? എന്താ നീ ഇങ്ങനെ ചോദിക്കുന്നത്? ഇന്ന് എനിക്ക് നല്ല കച്ചവടമായിരുന്നു. പിടിച്ച മീനുകളൊക്കെ നന്നായിട്ട് വിറ്റ് കഴിഞ്ഞു. കുറച്ചു സമയത്തിന് ശേഷം സോഗന്റെ വീട്ടിന്റെ പുറത്ത് ഒരുപാട് ജനങ്ങൾ കൂട്ടമായി വന്നു. എന്നിട്ട് എല്ലാരും സോഗൻ ഒഴിയട്ടെ ഒഴിയട്ടെ എന്ന് നിലവിളിച്ചു. സോഗനും വിമലയ്ക്കും ഒന്നും തന്നെ മനസ്സിലായില്ല ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന്. ഇവരൊക്കെ എന്തിനാ ഇങ്ങനെ നിലവിളിക്കുന്നേ? അറിയില്ലല്ലോ. വരൂ, നമുക്ക് പുറത്തുപോയി നോക്കാം. സോഗനും വിമലയും പുറത്തേക്ക് വന്നു. അവിടെ ജനങ്ങൾ ഒരുപാട് ദേഷ്യത്തോടെയായിരുന്നു. എന്തു പറ്റി? നിങ്ങൾ എല്ലാരും എന്തിനാണ് ഇവിടെ വന്നിട്ട് ബഹളം ഉണ്ടാക്കുന്നത്? നിന്റെ മീൻ കഴിച്ചിട്ടേ ഇവിടെയുള്ള എല്ലാ ആൾക്കാരും വീട്ടിൽ സുഖമില്ലാണ്ട് കിടക്കുകയാണ്. ചില പേര് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ എന്താ പറയുന്നത്? ഞാൻ എപ്പോഴും നദിയിലെ ഫ്രഷായ മീനാണല്ലോ പിടിച്ചു കൊണ്ടുവന്നത്. അതൊന്നും ഞങ്ങൾക്ക് അറിയണ ആവശ്യമില്ല. നീ ഞങ്ങൾക്ക് എല്ലാവർക്കും ആ കാശ് തിരിച്ചു കൊടുക്കണം. അതുമാത്രമല്ല, അവരുടെ വൈദ്യ ചെലവ് നീ തന്നെയാണ് നോക്കേണ്ടത്. പിന്നെ അതിനുള്ള നഷ്ടം നീ തരണം. ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് സോഹന് ഒന്നും തന്നെ മനസ്സിലായില്ല. പക്ഷേ സോഹൻ വളരെ നല്ലവനായ ഒരു മനുഷ്യനാണ്. അതു കാരണം അവൻ എല്ലാവർക്കും കാശ് തിരിച്ചു നൽകി. പിന്നെ അവൻ വിറ്റ മീനുകളെ കൊണ്ട് ബാധിക്കപ്പെട്ട ജനങ്ങളെ കാണാനായി ഹോസ്പിറ്റലിലേക്ക് പോയി. ഇപ്പോൾ നമ്മുടെ കയ്യിൽ അത്ര കാശില്ല ചേട്ടാ. ഉണ്ടായിരുന്നതൊക്കെ മീന് കഴിച്ച് രോഗം പിടിച്ചവർക്കൊക്കെ കൊടുത്തു.
ഇപ്പോഴീ വീടും എന്റെ പടകു മാത്രമേ ഉള്ളൂ. പടക് വിറ്റാൽ നമ്മൾ എങ്ങനെ കാശുണ്ടാക്കും? നമ്മൾ ഈ വീട് വിറ്റേ പറ്റൂ. ശരി, ഞാൻ എന്റെ ജീവിതം നിങ്ങളോടൊപ്പം ആ കപ്പലിലെങ്കിലും ജീവിക്കും. സോഗൻ തന്റെ വീട് വിറ്റു. സോഗനും കമലയും ആ കപ്പലിൽ ചെന്ന് ജീവിച്ചു. സോഗൻ എപ്പോഴും പോലെ മീനുകൾ പിടിച്ച് മാർക്കറ്റിൽ വിൽക്കാനായി ചെന്നു. മീന് വാങ്ങാൻ വരൂ, നല്ല രുചിയുള്ള മീന്. സന്ധ്യയുമായി സമയം. പക്ഷേ സോഗൻ കൊണ്ടുവന്ന ഒരു മീനും വിറ്റില്ല. സോഗന് ഒരുപാട് സങ്കടം തോന്നി. എന്തു പറ്റി സോഹൻ? നിന്റെ ഒരു മീനും വിറ്റില്ലല്ലോ. എന്തു ചെയ്യാനാ, രാവിലെ തൊട്ട് ഞാൻ വിൽക്കാനിരിക്കുകയാണ്, ഒരു മീന് പോലും വിറ്റിട്ടില്ല. എല്ലാരും നിന്റെ മീന് കണ്ടിട്ട് അവർ പേടിച്ചതാണ്. എല്ലാവർക്കും അവരുടെ ജീവന് മുഖ്യല്ലേ. തന്റെ കുടുംബം കുട്ടി സുഖമല്ലാണ്ട് ഇരിക്കാൻ അവരാരെങ്കിലും സമ്മതിക്കോ? പക്ഷേ അതിൽ എന്റെ ഒരു തെറ്റും ഇല്ലല്ലോ. അങ്ങനെ ആ തെറ്റുണ്ടെങ്കിൽ ഞാൻ അത് മാറ്റിയിട്ടുണ്ടല്ലോ. അതേ സമയത്ത് ഞങ്ങൾ എങ്ങനെ നിന്നെ വിശ്വസിക്കാൻ പറ്റും? ഒരു പ്രാവശ്യം പറ്റിച്ചു പോയ മനുഷ്യന്മാര് പിന്നെയും പറ്റിക്കാൻ വിശ്വാസമില്ല. സോഗൻ തന്റെ കൂട്ടുകാരന്റെ വായിൽ നിന്നും ഇങ്ങനെ ഒരു വാക്ക് കേട്ട് ഒരുപാട് വിഷമിച്ചു. എന്നിട്ട് തിരിച്ച് തന്റെ കപ്പലിലേക്ക് തിരിച്ചുപോയി. എന്തു പറ്റി? ഇന്ന് വരാൻ ഇത്രയും സമയമെടുത്തു? നല്ല വ്യാപാരമുണ്ടായെന്ന് തോന്നുന്നു. അങ്ങനെ ഒന്നുമില്ല മോളെ, ഇന്ന് ഒരു മീന് പോലും ഞാൻ വിറ്റിട്ടില്ല. ആരും നമ്മളടുത്ത് മീൻ വാങ്ങാൻ വിശ്വാസമില്ല. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ കൂട്ടുകാരനോട് സഹായം ചോദിച്ചുകൂടാ? നിങ്ങൾ അദ്ദേഹത്തിന് ആവശ്യമുള്ളപ്പോൾ ഒരുപാട് സഹായം ചെയ്തിട്ടില്ലേ? ഇപ്പൊ എല്ലാം മാറിപ്പോയി. എന്റെ അടുത്ത് പൈസ ഉള്ളപ്പോൾ ജനങ്ങളൊക്കെ എന്റെ അടുത്തായിരുന്നു വന്നോണ്ടിരുന്നത്. ഇപ്പൊ എല്ലാരും എന്റെ നിലമയെ കണ്ടിട്ട് എല്ലാരും കളിയാക്കുകയാണ്. നമ്മൾ നാളെ വീണ്ടും ഒരുപാട് മീന് പിടിച്ച് നദിയുടെ അപ്പുറത്തെ സൈഡുള്ള ഗ്രാമത്തിൽ ചെന്ന് വിൽക്കാം. അവിടെ ആർക്കും നമ്മളെ അറിയില്ല. ശരി മോളെ, നീ പറയുന്നോണ്ട് നമുക്ക് ആ ഗ്രാമത്തിലേക്കും പോയി നോക്കാം. നമുക്ക് നോക്കാം. അടുത്ത ദിവസം സോഗനും കമലയും മീൻ പിടിക്കാനായി വെള്ളത്തിൽ അവരുടെ കപ്പൽ വെള്ളത്തിൽ വെച്ചപ്പോൾ മറ്റുള്ള മീനവർകളൊക്കെ അവരെ എതിർക്കാൻ തുടങ്ങി. നീ നദിയിൽ പടക് ഓട്ടിക്കാനേ പാടില്ല. അതുപോലെ നിങ്ങൾ എന്തിനാ പറയുന്നു മദൻ ചേട്ടാ? ഒരു പ്രാവശ്യം നീ ഞങ്ങൾ എല്ലാവരും ജീവനിലെ ആപത്തിലേക്ക് കൊണ്ടുവന്നു. ഇനി ഞങ്ങൾക്ക് അതുപോലെ വരണമെന്ന് ഞങ്ങൾക്ക് താല്പര്യമില്ല. ശരി, ഞങ്ങളുടെ കപ്പൽ എടുത്തുകൊണ്ട് ഞങ്ങൾ ഈ ഗ്രാമത്തിൽ നിന്ന് തന്നെ പോകാം. വിമലയും സോഗനും തങ്ങളുടെ കപ്പൽ എടുത്തുകൊണ്ട് വെള്ളത്തിൽ പോയി. മണിക്കൂറോളം കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു. തൊട്ടടുത്ത് ഗ്രാമം ഒന്നും തന്നെ അവർക്ക് കണ്ടില്ല. അപ്പോഴാണ് വിമലയ്ക്ക് വെള്ളത്തിൽ സ്വർണ്ണ നിറത്തിലുള്ള ഒരു മീൻ കണ്ടത്. ഉടനെ വിമല വല വെള്ളത്തിലേക്കിട്ട് ആ സ്വർണ്ണ മീനിനെ പിടിച്ചെടുത്തു. ഇതേതോ മായമീൻ പോലെ ഉണ്ടല്ലോ. ഇതിന്റെ നിറം നോക്കൂ, സ്വർണ്ണ പോലെ തിളങ്ങുന്നു. ഒരുപക്ഷെ ഈ സ്വർണ്ണ മീന് മാർക്കറ്റിൽ വിറ്റാൽ നമുക്ക് ഒരുപാട് കാശ് കിട്ടും. എന്നാ നമ്മൾ ഈ മീനിനെ വളരെ സൂക്ഷിച്ചു വെക്കണം. എന്നാ നമുക്ക് ഈ മീനിനെ ഫാമിംഗ് ചെയ്യാലോ. പിന്നെ ഇതിന്റെ സ്വർണ്ണ മുട്ടകൾ വെച്ച് നമുക്ക് മാർക്കറ്റിലും വെക്കാം. നീ ആ പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ? സ്വർണ്ണ മുട്ട ഇടുന്ന താറാവിനെ ആരും അറക്കാൻ പാടില്ല. നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ചേട്ടാ. വിമലയും സോഗനും ഒരു ഗ്രാമത്തിലേക്ക് ചെന്നു. എന്നിട്ടവിടെ തങ്ങളുടെ കപ്പൽ വിറ്റ് കുറച്ച് പണം എടുത്ത് ഒരു സ്ഥലം വാങ്ങി അതിലൊരു കുളമുണ്ടാക്കി. എന്നിട്ട് സ്വർണ്ണ മീനുകളുടെ ഫാമിംഗ് തുടങ്ങി. കുറച്ചു ദിവസത്തിനകം ആ സ്വർണ്ണ മീൻ സ്വർണ്ണ മുട്ടകൾ ഇട്ടു. നമ്മൾ ഈ സ്വർണ്ണ മുട്ടകൾ വിറ്റ് ഒരുപാട് കാശുണ്ടാക്കാം ചേട്ടാ. പതുക്കെ പതുക്കെ സ്വർണ്ണ മുട്ടകൾ വിറ്റ് വിമലയും സോഗനും വീണ്ടും പണക്കാരായി മാറി. വീണ്ടും അവർ ഗ്രാമത്തിലേക്ക് തിരിച്ചു വന്നു. സോഗന്റെ കയ്യിലുണ്ടായിരുന്ന കാശ് കണ്ട് വീണ്ടും ജനങ്ങൾ സോഗന്റെ അടുത്ത് കാശിനായി എത്തി. സുഹൃത്തുക്കൾ സംസാരിക്കുന്നത് തെറ്റായിട്ട് വിചാരിക്കാൻ പാടില്ല. നീ ഞങ്ങളുടെ നെരുങ്ങിയ ദോസ്തല്ലേ. ഇങ്ങനെ കൂട്ടുകാരനെ പോലെ അഭിനയിക്കുന്നതൊന്ന് നിർത്ത്. ഞങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ എന്നെ കളിയാക്കി കൈകൊട്ടി ചിരിക്കുകയായിരുന്നു. ഇവിടെ നിന്നും പോ. സോഗൻ അപ്പോഴാണ് മനുഷ്യന്മാരെ കുറിച്ച് മനസ്സിലായത്. പിന്നെ പറ്റിക്കുന്ന കൂട്ടുകാരിൽ നിന്നും വിലകിയിരുന്നു. സ്വർണ്ണ മീനിന്റെ സഹായം കൊണ്ട് അവന്റെ ജീവിതം നല്ല രീതിയിൽ പോകുന്നു.